മൂന്നാം NDA സർക്കാരിലും പ്രധാന വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് നൽകാൻ തയ്യാറാകാതെ BJP. ആഭ്യന്തരം, വിദേശകാര്യം, പ്രതിരോധം, ഉപരിതല ഗതാഗതം എന്നീ വകുപ്പുകൾ മാറ്റമില്ലാതെ തുടരും. അതേസമയം ശിവസേന ഷിൻഡെ വിഭാഗം അജിത് പവാർ പക്ഷം ഉൾപ്പെടെ വലിയ അതൃപ്തിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയായി അമിത്ഷായും വിദേശകാര്യമന്ത്രിയായി S. ജയശങ്കറും ധനകാര്യമന്ത്രിയായി നിർമ്മല സീതാരാമനും പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും ഉപരിതല ഗതാഗത മന്ത്രിയായി നിതിൻ ഗഡ്കരിയും വിദ്യാഭ്യാസ മന്ത്രിയായി ധർമ്മേന്ദ്ര പ്രധാനും വനം പരിസ്ഥിതി കാലാവസ്ഥാ മന്ത്രിയായി ഭൂപേന്ദ്ര യാദവും തുടരും. കിരൺ റിജിജുവിന് പാർലമെന്ററി കാര്യങ്ങളുടെയും പ്രഹ്ലാദ് ജോഷിക്ക് ഭക്ഷ്യവകുപ്പ്, ഉപഭോക്തൃകാര്യം, റിന്യൂവബിൾ എനർജി എന്നീ വകുപ്പുകളുടെ ചുമതലയും ലഭിക്കും. പീയൂഷ് ഗോയൽ വ്യവസായ വകുപ്പ് മന്ത്രിയാകും. അജയ് താന്ത, ഹർഷ മൽഹോത്ര എന്നിവർ ഉപരിതല ഗതാഗത വകുപ്പിലെ സഹമന്ത്രിമാരാകും. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരിൽ സുരേഷ് ഗോപി പെട്രോളിയം, ടൂറിസം വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനവും ജോർജ് കുര്യൻ ന്യൂനപക്ഷ ക്ഷേമം, ഫിഷറീസ്, മൃഗസംരക്ഷണം എന്നിവയുടെ സഹമന്ത്രി സ്ഥാനവുമാണ് കൈകാര്യം ചെയ്യുക. കേന്ദ്രമന്ത്രിസഭയിലെത്തിയ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്ക് മുമ്പ് കൈകാര്യം ചെയ്ത ആരോഗ്യ മന്ത്രാലയം നൽകി. ശിവരാജ് സിംഗ് ചൌഹാന് കൃഷി മന്ത്രാലയവും നൽകിയിട്ടുണ്ട്. അതേസമയം സ്പീക്കർ പദവി ചോദിച്ച ഘടകകക്ഷിയായ TDPക്ക് വ്യോമയാന മന്ത്രാലയം നൽകി. TDP അംഗം റാം മോഹൻ നായിഡുവാണ് മന്ത്രി. JDSൽ നിന്ന് HD കുമാരസ്വാമിക്ക് ഖനവ്യവസായ മന്ത്രാലയമാണ് നൽകിയത്. ലോക് ജനശക്തി പാർട്ടിയിൽ നിന്നും മന്ത്രി പദവിയിൽ വീണ്ടുമെത്തിയ ചിരാഗ് പാസ്വാന് സ്ഥിരം നൽകുന്ന ഭക്ഷ്യ സംസ്കരണ വകുപ്പാണ് ഇക്കുറിയും നൽകിയത്. ഗ്രാമവികസനം പോലും നൽകാതെ JDUവിന്റെ ലല്ലൻ സിംഗിന് പഞ്ചായത്ത് രാജിന്റെ ചുമതല നൽകി. അതേസമയം JDU TD ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾക്കുള്ളിൽ വകുപ്പ് വിഭജനത്തിൽ വലിയ അതൃപ്തി ഉടലെടുത്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.